ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് സ്വീറ്റ് ബൂന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 കപ്പ് മാവ് എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. തണുത്ത സാധാരണ പച്ചവെള്ളം മതി, ചൂടുവെള്ളമൊന്നും വേണ്ട. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്ചറിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ദോശമാവിനെക്കാട്ടും കുറച്ചുകൂടെ അയഞ്ഞ പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം സോഡാപ്പൊടി ചേർക്കണം, കൂടി പോകരുത്. സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബൂന്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു കണ്ണാപ്പയും കൂടെ വേണം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ണുള്ള വേറൊരു പാത്രം ആയാലും മതി. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഈ കണ്ണാപ്പയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവ് ഇതുപോലെ ഒഴിക്കുമ്പോൾ അത് തുള്ളിയായിട്ട് എണ്ണയിൽ വീണ് ഫ്രൈ ആയിട്ട് വരും. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവരുത്. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. ഇത് നല്ലൊരു മഞ്ഞ കളർ വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, കടലമാവിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യക്ക് പാൽപ്പായസത്തോടെ കിട്ടുന്ന ഒന്നാണിത്. അടുത്തത് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമ്മൾ എല്ലാ സാധനങ്ങളും ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കണം, എന്നാലേ നമ്മളെ ബൂന്തി നന്നായിട്ട് കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പരുവാകുന്നത് വരെ ഇതൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഗ്രാമ്പു വേണമെങ്കിൽ ഗ്രാമ്പു ചേർക്കാം. ഗ്രാമ്പു ചേർക്കണമെങ്കിലും ഇതുപോലെ 2 ഗ്രാമ്പു ഈ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തൊട്ട് നോക്കാം. ഒട്ടുന്ന പരുവാകുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഇത് ഒട്ടുന്നുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഇതിലേക്ക് 1 മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ നീര് എന്തായാലും ഇതിൽ പിഴിഞ്ഞൊഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പാനി അങ്ങ് കട്ടിയായി പോകും.
നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പഞ്ചസാര പാനി കട്ടിയാവാതിരിക്കും. നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്യാസ് സിമ്മിൽ തന്നെ ഇട്ടേക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബൂന്തി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാനിയെല്ലാം ബൂന്തിയിൽ നന്നായിട്ട് പിടിച്ചു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിയിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. നല്ല ഡ്രൈ ആയിട്ട് വരും ഇത്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.